ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റിക് ലവ് മായ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത്തം നക്ഷത്രത്തിൻ്റെ 2025 എനർജി എങ്ങനെയായിരിക്കും എന്നുള്ള റീഡിംഗ് ആണ്. ഓക്കെ, സോ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റീഡിംഗ്. ഓക്കെ, ഓവർ ദ ബേസ് കാർഡ് എനിക്ക് കാണുന്നത് ഇസ് ടേക്ക് ആക്ഷൻ. നിങ്ങൾ പല കാര്യങ്ങളിലും ഈ ഒരു വർഷത്തിലൊരു ആക്ഷൻ എടുക്കേണ്ടതുണ്ട്, നിങ്ങളൊരു ചേഞ്ച് വരുത്തേണ്ടതുണ്ട്. പലപ്പോഴായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കൊന്നും ചെയ്യാൻ വയ്യ എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റോപ്പായിട്ട് എവിടെയെങ്കിലും നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കരുത്. നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനം എടുത്ത് തന്നെ മുന്നിലോട്ടേക്ക് പോവുക എന്നുള്ളത് കാണുന്നു. അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് കമ്പാനിയൻ. I'm saying listen to your inner voice, your spirit guide is there to assist you. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഒരു ഇന്നർ വോയിസ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം, ഇന്നേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവും എന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആരൊക്കെയോ സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം. അത് പലപ്പോഴായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ സത്യമാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അതിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നിലോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, കാരണം അത് നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ വെറുതെ എന്താ പറയുക, അത് നടക്കില്ല അല്ലെങ്കിൽ പിടിക്കില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ വേണ്ട എന്ന് വെക്കരുത്. കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ പലപ്പോഴും കാര്യങ്ങൾ നടക്കുള്ളൂ. മറ്റുള്ളവർ നമുക്ക് സഹായിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരുമെന്ന് വിചാരിച്ച് നമ്മൾ പല കാര്യങ്ങളും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. കാരണം എല്ലായ്പ്പോഴും എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിലൊരു ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ, നിങ്ങളുടെ ഇന്നർ വോയിസിനെ തന്നെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങണം. അവർ നിങ്ങളോട് എന്താണ് പറയുന്നത്, അവർക്ക് എന്താണ് ആഗ്രഹം, നിങ്ങളുടെ സോളിന് എന്താണ് ആഗ്രഹം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി മുന്നിലോട്ടേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് വേണം. ഒരാളുടെ അടുത്ത് നിന്ന് എനിക്ക് ഹെൽപ്പ് കിട്ടിയാൽ മാത്രമേ എൻ്റെ ലൈഫിലൊരു മാറ്റം വരുള്ളൂ. സോ എനിക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹെൽപ്പ് ചോദിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മടിയും കാണിക്കേണ്ട. ആ ഹെൽപ്പ് വേണ്ടുന്ന സമയത്ത് നിങ്ങൾ ആ ഹെൽപ്പ് ചോദിക്കുക. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു അവസരം കിട്ടും, ആ ഹെൽപ്പ് നിങ്ങൾക്ക് അവർക്ക് തിരിച്ചു ചെയ്തു കൊടുക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് ഡബിൾ മിഷൻ എന്നാണ്. ലൈറ്റ് വർക്കർ സീഡ് സ്റ്റാർ സെർവ് ദ വേൾഡ് ബൈ ബീയിങ് യു. നിങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് 2 മിഷൻ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു മിഷൻ ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു മിഷനും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, 2 മിഷൻസ് അറ്റ് എ ടൈം നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ട്. നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്നുള്ളൊരു കാര്യം അത് കണക്റ്റ് ആവുന്ന ഒരു സമയമാണ്. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടൈം പീരീഡ് ആണ് എന്നുള്ളതാണ് എനിക്ക് ബേസിക്കലി കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫ് പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ കഴിവ് ഡീപ്ലി വിത്തിൻ യു, അതായത് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാത്ത എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കഴിവ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമായിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഇൻട്രോവേർട്ടാണ്, നിങ്ങൾ ആരുടെ അടുത്തും സംസാരിക്കില്ല എന്ന് വെച്ചാൽ പോലും യു ആർ എ ഗുഡ് ലിസണർ. ബാക്കിയുള്ളവരുടെ അടുത്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി മുന്നിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് ബാലൻസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി, ഫുൾ മൂൺ ഇൻ പൈസസ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് അമ്പലത്തിൽ വഴിപാട് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരുടെ അടുത്തും പോയി പല രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാറുമെന്ന് വിചാരിച്ച് അത് മാത്രം ട്രസ്റ്റ് ചെയ്ത് ഇരുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫോർട്ട് ഇട്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ പോസിബിളായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പലപ്പോഴായിട്ട് ഞാൻ പറയാറുണ്ട്, ഇഫ് യു ആർ ട്രൈങ് മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ, നിങ്ങൾ എന്ത് ട്രൈ ചെയ്താലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളിടുന്ന എഫോർട്ടാണ് യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് തരണോ, ആ ഒരു കാര്യം നിങ്ങൾക്ക് തരണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സോ നിങ്ങൾ എത്രത്തോളം എഫോർട്ട് ഇടുന്നത് കുറച്ച് ജസ്റ്റ് ഈ പറയുന്ന വഴിപാടും കാര്യങ്ങളും മാത്രം ചെയ്തിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കാണ്. സോ നിങ്ങൾ എത്രത്തോളം ഇതിനകത്ത് എഫോർട്ട് ഇടുന്നോ അത്രത്തോളം തന്നെയാണ് ദൈവം നിങ്ങൾക്ക് ഇതിനകത്തുള്ള മാറ്റങ്ങൾ കൊണ്ടുതരിക എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ അത് ട്രസ്റ്റ് ചെയ്ത് മുന്നിലോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഭാഗം ചെയ്യുക, ബാക്കി ദൈവം ചെയ്തോളും എന്ന് വിചാരിച്ചിരിക്കുക. ഓക്കെ, ജസ്റ്റ് സ്പിരിച്വാലിറ്റി മാത്രം നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതായിട്ട് എനിക്ക് കാണുന്ന കാർഡ് എന്ന് പറയുന്നത് റൊമാൻസ്, ക്യൂപിഡ് എറോ സ്ട്രൈക്സ്.
പലപ്പോഴും പലർക്കും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ന്യൂ പാർട്ട്ണറിനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പുതിയ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ന്യൂ പാർട്ട്ണർഷിപ്പ് ഒക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്ന ഒരു ടൈം പീരീഡ്, അതിനുള്ള അവസരങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഒരുക്കുന്നതായിരിക്കും എന്നുള്ളത് കാണുന്നു. അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് ഡിവിനേഷൻ ആണ്. നിങ്ങളിൽ പലർക്കും എന്തെങ്കിലുമൊക്കെ ഡിവൈൻ പവേഴ്സ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ടാരോട്ട് റിലേറ്റഡ് കാര്യങ്ങളെ പറ്റി അറിവുണ്ടാവാമായിരിക്കാം, ആസ്ട്രോളജിയിൽ താല്പര്യം ഉണ്ടാവാമായിരിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യങ്ങൾ ഉണ്ടാവാം എന്നുള്ളത് കാണാം. അതിൻ്റെ കൂടെ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനകളുണ്ട്, എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അച്ചീവ്മെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണക്റ്റ് ആവേണ്ട എനർജി എന്ന് പറയുന്നത് ഫയർ എനർജി ആയിട്ടാണ് എന്നുള്ളത് കാണുന്നു. സോ ഫയർ എനർജി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് നിങ്ങൾ വിളക്ക് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാൻഡിൽ കത്തിച്ചിട്ട് എന്തെങ്കിലും വിഷസ് പറയുക. ഓക്കെ, അതേപോലെ തന്നെ ഫയർ ഉണ്ടാവുന്ന സമയത്ത്, അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും കുക്ക് ചെയ്യുന്ന സമയം ദർ ഈസ് ഫയർ അല്ലേ, അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന തോട്ട് പ്രോസസ്സസും ഒന്നുകൂടി ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഫയർ എന്നുള്ള എനർജിയുമായിട്ട് കണക്റ്റ് ആവുന്ന സമയത്ത് ഇറ്റ് ഈസ് മോർ ലൈക്ക് പാഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഹോബി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ക്യാൻഡിലോ അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേണ്ടുന്ന എക്സാക്റ്റ് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കാണുന്നു. ഓക്കെ, അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് വെൻ വാസ് ദ ലാസ്റ്റ് ടൈം ഐ ഡാൻസ്ഡ് ഫ്രീലി. ഓക്കെ, ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ഹോബിയുള്ളൊരു വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കാണുന്നവരെങ്കിലും, വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു നിങ്ങൾ മേ ബി എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ഡാൻസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകാൻ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവും, പാട്ട് കേൾക്കാനോ പാട്ട് പാടാനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തിയായിരിക്കും. പക്ഷേ അത് നിങ്ങൾ കുറേ നാളായിട്ട് അതിനൊരു ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്. വേറെ എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ വന്നിട്ട് നിങ്ങൾ വേണ്ട എന്ന് വെച്ചിരിക്കുകയായിരിക്കും. പക്ഷേങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് അല്ലെങ്കിൽ ഒരുപാട് ഫ്ലോവിനെ സ്റ്റക്കാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആൻസിസ്റ്റേഴ്സിന് റൊട്ടീൻലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഡാൻസ് എന്ന് പറയുന്നത്. അതൊരു എൻജോയ്മെൻറ്റിൻ്റെ ഭാഗം മാത്രമല്ലായിരുന്നു, അത് അവരുടെ ഒരു റിച്വലിൻ്റെ ഭാഗമായിട്ട് ദേ യൂസ് ടു ഡാൻസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളെല്ലാവരും ഈ പറയുന്ന ഫസ്റ്റിലൊക്കെ കാട്ടിലൊക്കെ ജീവിച്ച് പിന്നെ ഇവോൾവ് ചെയ്ത് ഇവിടെ വന്ന ആൾക്കാരാണല്ലോ. സോ അങ്ങനെ വരുന്ന സമയത്ത് ഡാൻസ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഡെയിലി റുട്ടീൻ്റെ പാർട്ടാണ്. അതായത് അവരെല്ലാവരും ഒത്തുകൂടിയിട്ട് അവർ എന്തെങ്കിലും അവരുടെ ട്രൈബൽ ആയിട്ടുള്ള സോങ്സോ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും അവരുടെ ട്രൈബിൻ്റെ ഒരു സോങ് ഉണ്ടാവും, ആ സോങ്ങിനൊത്തിട്ട് അവർ ഡാൻസ് ചെയ്യും. ഓക്കെ, ഈ ഓരോരോ ഡാൻസ് ആയിക്കോട്ടെ സോങ് ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ, ചിലർക്ക് മൂഡ് എന്ന് പറയുന്നത് നല്ല അടിപൊളി സോങ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഈ പറയുന്ന ജാസ് അങ്ങനെയൊക്കെയുള്ള സോങ്സിനോടായിരിക്കും. ചിലർക്ക് ഈ പറയുന്ന റാപ്പ് സോങ്ങിനോടായിരിക്കും ഇഷ്ടം. ചിലർക്ക് സൈലൻ്റ് ആയിട്ടുള്ള മെലോഡിയസ് ആയിട്ടുള്ള സോങ്ങിനോടായിരിക്കും ഇഷ്ടം. ഇതെല്ലാം ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ അത് നമ്മളുടെ എനർജീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഡാൻസിനും ഒരു റിതമുണ്ട്, അതേപോലെ തന്നെ ഈ സോങ്സിലും ഒരു റിതമുണ്ട്. ഇതൊക്കെ നമ്മളുടെ എനർജീനെ കൂട്ടാനും നമ്മളൊരു ഹൈ വൈബ്രൻസി പേഴ്സണായിട്ട് വയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പലരും പറയാറുണ്ട് എന്നെ കൂടെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കുന്നു, എനിക്ക് ഈസി ആയിട്ട് നടക്കുന്നില്ല എന്ന് പറയാറുണ്ട്. ഓക്കെ, ആ ഒരു കമ്പാരിസൺ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ലോ വൈബ്രേഷനിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. നിങ്ങൾ അതിനുവേണ്ടി വൈബ്രേറ്റ് ചെയ്ത് റെഡിയാകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും പല കാര്യങ്ങളും അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു ഹൈ വൈബ്രൻസി പേഴ്സൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എപ്പം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിലും ഒരു ഹൈ വൈബ്രേഷണൽ പേഴ്സൺ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എന്തൊരു ഹോബി ആയിക്കോട്ടെ, ഈ പറയുന്ന വൈബ്രേഷൻ ഫ്രീക്വൻസിയൊക്കെ അസോസിയേറ്റഡ് ആയിട്ടുള്ള എന്തൊരു ഹോബി ആയിക്കോട്ടെ അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനൊരു 10 മിനിറ്റ് കണ്ടെത്തി ചെയ്ത് തുടങ്ങാം. എന്നിട്ട് 10 മിനിറ്റ് നിങ്ങൾ ചെയ്യുമ്പം ഓരോ ദിവസം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടി നിങ്ങൾ തന്നെ അതിനെ ഒരു 30 മണിക്കൂറോ ആക്കി നിങ്ങൾ തന്നെ മാറ്റിക്കോളും. ഓക്കെ, സോ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഷിഫ്റ്റ് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇന്ന്
ഒരു ദിവസം ഒരു തീരുമാനം എടുക്കുക, ഈ ഒരു വീഡിയോ കാണുന്ന ദിവസം അറ്റ്ലീസ്റ്റ് 3 മിനിറ്റ്സ് എങ്കിലും നിങ്ങളുടെ ആ ഒരു ഹോബി ഞാനിന്ന് ചെയ്യും എന്നുള്ളൊരു തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അത് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു, നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ കാണുന്നത് ട്രസ്റ്റ് ദ വെയിറ്റ്. നിങ്ങളൊരു വെയിറ്റിംഗ് പീരീഡിലായിരിക്കാം, നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പെർഫെക്റ്റ് പാർട്ട്ണറെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല 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 എന്തെങ്കിലുമൊക്കെ നിങ്ങളൊരു വെയിറ്റിംഗ് പീരീഡിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിരിക്കാം എന്നുള്ളത് കാണുന്നു. ഓക്കെ, ബട്ട് ഡോണ്ട് വറി എന്നുള്ളൊരു വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾക്ക് വേണ്ടുന്ന ബ്ലെസ്സിങ് എന്താണ്, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടത് എന്താണ് എന്ന് യൂണിവേഴ്സ് കണ്ടെത്തി അതിനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇത് പെർഫെക്റ്റ് തിങ് കൊണ്ടുവരാൻ വേണ്ടി യൂണിവേഴ്സ് പ്രിപ്പറേഷനിലാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് പല കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷനിലാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ല ബ്ലെസ്സിങ്സും ഏറ്റവും നല്ല ഗിഫ്റ്റും അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ബി റെഡി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഈസിലി അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണുന്നു. ഓക്കെ ഓക്കെ നിങ്ങൾ പലപ്പോഴായിട്ട് നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാരുടെ കണ്ണിലൂടെ ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. സോ ആ ഒരു കാര്യം ഒഴിവാക്കുക. ബാക്കിയുള്ളവർക്ക് ഒരിക്കലും നമ്മളുടെ വാല്യൂ മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്കല്ലാതെ നിങ്ങളുടെ ചുറ്റിലുള്ള നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് പോലും പലപ്പോഴായിട്ട് നമ്മളുടെ കഴിവുകളും നമ്മളുടെ ടാലൻസ് എന്താണെന്നും മനസ്സിലാക്കാനുള്ള കഴിവുകൾ ഉണ്ടാവണം എന്നില്ല. ഓക്കെ, ചില പാരൻസ് ബ്ലസ്ഡ് ആയിരിക്കും, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും, ചില പാരൻസിന് പറ്റണം എന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ചുറ്റിലുമുള്ള നമ്മളുടെ സിബ്ലിങ്സ്, നമ്മളുടെ പാർട്ട്ണർ, അവർക്കൊന്നും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല. ഓക്കെ, അങ്ങനെ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അവർ നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, പിന്നെ നീ വെറുതെ സമയം കളയണ്ട, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് യു ക്യാൻ സേ, അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നൊക്കെ പറയാം, അതായത് നിങ്ങൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഐ നോ വാട്ട്, എനിക്ക് എൻ്റെ ലൈഫിലേക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് അറിയാം. ഓക്കെ, ലെറ്റ് മീ ട്രൈ, ഞാനൊരു ട്രൈ ചെയ്ത് നോക്കട്ടെ, വർക്ക് ആവുകയാണെങ്കിൽ ആവട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ കൂടെ നിങ്ങൾ ആ ട്രൈ ഔട്ട് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങളുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുക എന്നുള്ളത് കാണുന്നു. ഓക്കെ, ബാക്കിയുള്ളവർ നിങ്ങളെങ്ങനെ കാണുന്നു, ജഡ്ജ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് മാത്രം ഒരു തീരുമാനമെടുക്കാതിരിക്കുക. ടാരോട്ട് കാർഡ് പ്രോപ്പറിൽ എനിക്ക് കാണുന്നത് 7 ഓഫ് സോർഡ്സ് എനർജി. നിങ്ങളെപ്പറ്റി നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാർ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ ചിരിച്ച് കളിച്ച് നിൽക്കുവാണ്, പക്ഷേ നിങ്ങളുടെ പുറകെ നിന്നിട്ട് നിങ്ങളെ പറ്റി തന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, അവനെ കൊണ്ട് അതൊന്നും പറ്റില്ല, വെറുതെ ഇതാണ് ചെയ്യുന്നത്, വെറുതെ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇതൊക്കെ വെറുതെ വേസ്റ്റ് ഓഫ് മണിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും നിങ്ങളുടെ പുറകെ നിന്ന് കുത്താനുള്ള ഏറ്റവും മേജർ ചാൻസസ്. ഐ എം സീയിങ് എ ഡബിൾ എനർജി. നിങ്ങളുടെ സെൽഫിലുള്ള തോട്ട് പ്രോസസ്സിനെ മാറ്റുക. എല്ലാത്തിലും നെഗറ്റീവ് കണ്ടെത്തുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് പലപ്പോഴായിട്ട് ഉണ്ടാവാം. അതായത് നമ്മളൊരു പേഴ്സണെ കുറേ കാലം കൊണ്ട് കാണുന്നു, ഫസ്റ്റ് തിങ് യു ആർ നോട്ടീസിങ് ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് കറുത്തുപോയി അല്ലെങ്കിൽ അവർ തടിച്ചുപോയി, ഇതൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള നെഗറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു തോട്ട് നമ്മളുടെ കാര്യത്തിൽ നിന്ന് മാറ്റാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളെ തന്നെ വളരെ കുറച്ച് കാണുക, അതായത് നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ല, നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവളാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകൾ ഏറ്റവും ഫസ്റ്റ് തന്നെ പറിച്ച് കളയുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഡെവലിനെ തന്നെ ഫസ്റ്റ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുറമേയുള്ള ആൾക്കാരെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളും മാറ്റി ഒരു ഹൈ വൈബ്രേഷനിൽ വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ചിലർക്ക് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതായത് പെയിൻഫുൾ ആയിട്ടുള്ള വേദനിപ്പിക്കുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നോട്ട് ജസ്റ്റ് മാരീഡ് കപ്പിൾ, അതല്ലാതെയും നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അപ്പുറത്തെ നെയ്ബേഴ്സോ ഒക്കെ തന്നെയായിട്ടും നിങ്ങൾക്കൊരു കാർമിക് ആയിട്ടുള്ള എഫക്ട്സ് തരുന്ന ഒരവസ്ഥ ഉണ്ടാവാം. ഓക്കെ, ഓൺലി തിങ് ഇസ് ദാറ്റ് സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് പറയേണ്ടടുത്ത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറയുക. ഓക്കെ, ജസ്റ്റ് അവരിപ്പോൾ നിങ്ങളെ വളരെ മോശമായിട്ട് ഹേർട്ട്ഫുൾ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് കമൻറ്റ് പറയുന്നതെങ്കിൽ നിങ്ങൾ അതിനെ നല്ല രീതിയിൽ ഒരു നല്ല ഫ്രേസ് ആക്കിയിട്ട്, ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഹമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ തന്നെ തിരിച്ചു പറഞ്ഞേക്കുക. ഓക്കെ, ഡോണ്ട് തിങ്ക് ബാക്കിയുള്ളവർ നിങ്ങൾക്ക് എല്ലാത്തിനും ഫേവർ ചെയ്ത് തരും അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുമെന്നുള്ള ചിന്ത ഒഴിവാക്കാം. ടവർ കാർഡിൽ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് ഒരു 16 മാസം ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒക്കെ ഒരു അപ് ടേൺ അല്ലെങ്കിൽ ഇതുവരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളത് കാണുന്നു. അതിൽ ചിലപ്പോൾ ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം, അതിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവാം എന്നുള്ളത് കാണുന്നു.
അതിൽ നിന്നും നിങ്ങൾ കരകയറി വരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥയായിരിക്കാം എന്നുള്ളത് കാണുന്നു. ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾ കാണുന്നത്. അതായത് നിങ്ങൾ ഇതുവരെ ജീവിച്ചിട്ടില്ലാത്ത, ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഓരോരോ എക്സ്പീരിയൻസസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് കാണുന്നത്. പലപ്പോഴും ഒരു ഫ്ലോയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന, ഒരു റൊട്ടീനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഒരു ഡിഫറെൻറ്റ് റൊട്ടീൻ ഫോളോ ചെയ്യേണ്ട അവസ്ഥ നിങ്ങൾക്ക് വന്നേക്കാം എന്നുള്ളത് കാണുന്നു. പക്ഷേ ഇത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയാണ്, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ഇപ്പോൾ ഉള്ള വ്യക്തിയിനെക്കാട്ടിലും കുറച്ചുകൂടി പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാവാൻ വേണ്ടിയിട്ടാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി. സോ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി വരുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫീമെയിൽ എനർജിയിൽ നിന്നും വെൽത്ത് അല്ലെങ്കിൽ പണം എന്നുള്ള രീതിയിൽ സഹായം, അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള വഴികൾ ഒക്കെ ഈ ഒരു ഫീമെയിൽ വ്യക്തി നിങ്ങൾക്ക് തരാം. സോ നിങ്ങളുടെ ലൈഫിലെ ഫീമെയിൽ വ്യക്തികൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവർ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അവരായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് മണി ഹാൻഡിൽ ചെയ്യേണ്ടത്, മണീനെ എങ്ങനെ നമ്മൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്നത് ഒരു ഫീമെയിൽ എനർജി ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു മണി വരാത്തൊരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒരുപാട് മുട്ടിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സാക്റ്റ് ടാലൻറ്റ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രൊഫഷൻ മോർ പ്രോബബ്ലി ഒരു ഹീലിംഗ് പ്രൊഫഷനിലേക്കോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ, ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതിയിലുള്ള ജോലികളോ, പണം ഇടപാട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളോ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളത് കാണുന്നു. 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയിൽ എനിക്ക് കാണുന്നത്, നിങ്ങൾ ഈ ഒരു വർഷം നിങ്ങൾ ശരിക്കും മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്, നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ എടുക്കാൻ വേണ്ടി തയ്യാറാണ് എന്നുണ്ടെങ്കിൽ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന ഒരു 10 വർഷം ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കംപ്ലീറ്റ്ലി സെറ്റിൽഡ് ആവാൻ പറ്റും. റിലേഷൻഷിപ്പും വൈസും നിങ്ങൾക്ക് സെറ്റിൽഡ് ആവാൻ പറ്റും. നല്ല കുട്ടികൾ, നല്ല പാർട്ട്ണർ, അതേപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് കൾച്ചറിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ, അതായത് പുറത്ത് പോയി വേറൊരു ഡിഫറെൻറ്റ് കൺട്രിയിൽ നിങ്ങൾക്ക് സെറ്റിൽഡ് ആവാൻ പറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, വീട്, പണം, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാണുന്നു. ദ എംപറസ് കാർഡ്, പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പ്രഗ്നൻസി, അതേപോലെ തന്നെ ചൈൽഡ് ബർത്ത് ഒക്കെ ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. അതേപോലെ തന്നെ നിങ്ങൾ വളരെ മൂൺ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഫുൾ മൂൺ ഡേ അത് ട്രൈ ഔട്ട് ചെയ്യാം. 9 ഓഫ് കപ്സ് എനർജിയിൽ എനിക്ക് കാണുന്നത്, നിങ്ങൾ വളരെ ലവ്ഡ് ആവേണ്ട ഒരു വ്യക്തിയാണ്. ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാവണം, നോട്ട് ജസ്റ്റ് ഫാമിലി, നിങ്ങളുടെ ചുറ്റിലുമുള്ള പലർക്കും നിങ്ങളോട് സ്നേഹം തോന്നുന്ന രീതിയിലല്ല. അതായത് ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾക്കൊരു ഫാൻ എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാം എന്നുള്ളത് കാണുന്നത്. നാട്ടിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളുടെ ക്യാരക്ടർ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ലവബിൾ ആയിട്ടുള്ള ഒരു എനർജി വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. ഈ വർഷത്തിൽ തന്നെ ഒരു 9ാമത്തെ മാസമൊക്കെ ആകുമ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളെ ഇഷ്ടമുള്ള വ്യക്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു 9th മന്ത് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചൊരു ആഡ് ഓൺ ഉണ്ടാകും, കുറച്ചുകൂടി ആൾക്കാർക്ക് നിങ്ങളെ ഇഷ്ടമായിരിക്കും എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നു. പേജ് ഓഫ് സോർഡ്സ് എനർജി, എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ പഠിക്കുക. കാരണം നിങ്ങളൊരു സക്സസിൻ്റെ ബ്രിമ്മിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ടേക്ക് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയ ഹ്യൂജ് മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. മേ ബി ആ സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്ന് പറയുന്നത് അത്ര വലിയ ഹെഫ്റ്റി എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല. പക്ഷേ ആ ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ ചിലപ്പം പറ്റിയെന്നിരിക്കാം. അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയിൽ എനിക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങളുടെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഗ്രോത്തിൽ നിങ്ങൾക്ക് മണി എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവില്ല എന്നുള്ളതാണ്. ചിലർ ഒരുപാട് മണി ഉണ്ടാക്കും, ഒരുപാട് കയ്യിൽ നിന്ന് പോകും അതേപോലെ തന്നെ. പക്ഷേ നിങ്ങളുടെ എനർജി അങ്ങനെയല്ല, നിങ്ങളുടെ കയ്യിൽ മണി വന്നാൽ മണി നിൽക്കും എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ സ്ലോ ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പേടിക്കാനില്ല, നിങ്ങളുടെ ലൈഫിലേക്ക് മണി വരും, അത് പോവാതെയും ഇരിക്കും. ടെമ്പറൻസ്, മൂഡിനെ സ്റ്റെബിലൈസ് ചെയ്യുക, പറയുന്ന വാക്കുകൾ എന്താ എന്നത് ശ്രദ്ധിക്കുക. ആൾക്കാരുടെ അടുത്ത് കുറച്ചുകൂടി ഈസി കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, വെൻ ഇറ്റ് കംസ് ടു കേരള നമ്മൾക്ക് പല സ്ഥലത്തും പല സ്ലാങ്സ് ആണ്. മീൻസ് ചിലവർക്ക് റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് സ്ലാങ്സ് ആയിരിക്കും, ചിലവർക്ക് റെസ്പെക്റ്റ്ഫുൾ അല്ല എന്ന് തോന്നുന്നു നമ്മൾ ചില പറയുമ്പം. വെൻ ഐ യൂസ് നിങ്ങൾ ഇൻ ദ വീഡിയോ, സം പീപ്പിൾ സേ അത് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആണ് എന്നുള്ളത്. ഓക്കെ,
ഞാൻ ബേസിക്കലി കണ്ണൂർ ഏരിയയിലാണ്. അപ്പം ഇവിടെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ സേ ഒരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് നമ്മൾ നിങ്ങൾ എന്ന് പ്രൊനൗൺസ് മീൻസ് ഒരാൾ പറയാം. ഓക്കെ, നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ലൈക്ക് അദ്ദേഹം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് നമ്മൾ നിങ്ങളെന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ അവിടെ അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ ഭയങ്കര എന്താ പറയുക റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷേ ചിലവർക്ക് ഈ നിങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക ഒരു ഒഫെൻസീവായിട്ട് തോന്നാം. സോ അതുപോലെയാണ്. സോ നമ്മളുടെ സ്ലാങ് ആയിക്കോട്ടെ, നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു 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 നമുക്കെന്താ പറയുക ഒരു കുറച്ചുകൂടി ബെറ്ററായിട്ട് നമ്മൾ വാക്കുകൾ യൂസ് ചെയ്യുമ്പം കുറച്ചുകൂടി ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഈ ഒരു എനർജിയിൽ നിൽക്കുമ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നതേ ആയിരിക്കില്ല ബാക്കിയുള്ളവർ കേൾക്കുന്നത്. ഓക്കെ, ആ ഒരു രീതിയിൽ ആൾക്കാരുടെ എനർജി മാറാനും നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുമുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. 7 ഓഫ് കപ്സ്, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിലുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ട് നിങ്ങൾ ചിലപ്പം തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ ചൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്നും പണം നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളിൽ പോയി വീഴാനോ ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഓർത്തിട്ട് വേണ്ട നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ. പകരം അതിൻ്റെ ലോങ് റണ്ണിൽ അതെങ്ങനെയായിരിക്കും, അതെനിക്ക് സന്തോഷം തരുമോ, അതിൽ എനിക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ, പിന്നെ എനിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് അല്ലെങ്കിൽ ക്വിക്ക് ഫിക്സ് എന്നുള്ള രീതിയിലല്ലാതെ ലോങ് ടേമിൽ ഇതെന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ള രീതിയിലൊരു തീരുമാനം എടുത്തിട്ട് മുന്നിലോട്ടേക്ക് പോവുക. ഓക്കെ, ഐ ഡോണ്ട് നോ വെദർ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. എനിക്കൊരു ഒരു ഡോഗ് ഉണ്ട്. സോ ഷീ ഈസ് ബാർക്കിംഗ് റൈറ്റ് നൗ. അപ്പം ഞാൻ വീട്ടിൽ വന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. സോറി എനിക്കറിയില്ല കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഐ എം സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു 7 ഓഫ് കപ്സ് എനർജി എന്ന് പറയുന്നത് ആ ഒരു എനർജീനെയാണ് കാണിക്കുന്നത്. ഓക്കെ, സോ അതിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും എന്നുള്ളത് മനസ്സിലാക്കുക. തെറ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് മാത്രം കുറയ്ക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വലിയ മോശമില്ലാത്ത ഒരു ഇയർ ആണ്. പക്ഷേ നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ രീതിയിൽ യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.